ഈ കടുത്ത ചൂടിൽ മഴ പെയ്യാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമോ? പുനലൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറും ഇവിടെ എത്തുന്ന രോഗികളും മനസ്സുകൊണ്ടെങ്കിലും തൽക്കാലം മഴ പെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ അവസ്ഥ കണ്ടാൽ ആർക്കും കുറ്റപ്പെടുത്താനുമാവില്ല. തിങ്കളാഴ്ച മഴ പെയ്തപ്പോഴത്തെ അവസ്ഥയാണിത്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിലിരുന്നാണ് ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത്. മേൽക്കൂര തകർന്ന് മഴവെള്ളം ഡോക്ടറുടെ മുറിയിലും മരുന്ന് സൂക്ഷിക്കുന്ന മുറിയിലും നിറഞ്ഞു കിടക്കുകയാണ്. അകത്ത് ഇങ്ങനെയെങ്കിൽ പുറത്തെ സ്ഥിതി ഇതിലും കഷ്ടമാണ്. ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ആശുപത്രിയുടെ പിൻഭാഗം. ഒരു കിണറുള്ളത് വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. കക്കൂസ് ഏതു നിമിഷവും നിലംപൊത്താം. പലതവണ ആരോഗ്യവകുപ്പിനും മുനിസിപ്പാലിറ്റിക്കും പരാതി നൽകിയിരുന്നു. അവർ പക്ഷേ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഡിസ്പെൻസറി മാറ്റി സ്ഥാപിക്കാം എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. ദിവസവും നിരവധി രോഗികളാണ് ഇവിടെ വരുന്നത്. 30 വർഷം കൊണ്ട് ഈ സ്ഥാപനത്തെ പറ്റി, ഈ ആശുപത്രിയെ പറ്റി എനിക്കറിയാവുന്നതാണ്. ഇവിടെ രോഗികൾ വന്ന് മരുന്ന് വാങ്ങിക്കുന്നതിന് അവർക്ക് വേണ്ടുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ. മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിച്ച് ഡോക്ടർ ഇരിക്കുന്നവർ മൊത്തം വെള്ളത്തിലാകുകയും പരിശോധനയ്ക്ക് പറ്റാതിരിക്കുകയും രോഗികളുടെ ദേഹത്ത് വെള്ളം വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പല പ്രാവശ്യം ഉദ്യോഗസ്ഥൻ മുനിസിപ്പാലിറ്റിയിലും എല്ലാ ആൾക്കാരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ ഞങ്ങളുടെ അവസ്ഥ മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് ഈ ആശുപത്രി മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യം ചെയ്തു തന്നാൽ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് അതുകൊണ്ട് വെച്ച് പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. സുരക്ഷിതമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഡിസ്പെൻസറി മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരുപാട് ചർച്ചകൾ ആവശ്യമില്ലാത്ത തികച്ചും ന്യായമായൊരു ആവശ്യമാണിത്. പക്ഷേ തോന്നേണ്ടവർക്ക് തോന്നണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.